മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി ആംബുലൻസ് ഡ്രൈവർ ശ്വാസമുട്ട് കാരണം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സിറാജുദ്ദീൻ തന്നെ വിളിച്ചതെന്ന് ഡ്രൈവർ അനിൽ 24-നോട് പറഞ്ഞു. യുവതിയുടെ ഭർത്താവ് ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഈ മാസം 5-ന് വൈകുന്നേരം 6 മണിയോടെ വീട്ടിൽ പ്രസവിച്ച യുവതി രാത്രി 9 മണിയോടെയാണ് മരിച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് ആംബുലൻസ് വിളിച്ചത്. ശ്വാസമുട്ട് കാരണം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ടെന്നാണ് ആംബുലൻസ് ഡ്രൈവർ അനിലിനെ അറിയിച്ചത്. തുണിയിലും പായയിലും പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. നമുക്ക് ഏകദേശം 2:30 ടൈമിലാണ് കോള് വരുന്നത്. കോള് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു എറണാകുളം ഭാഗത്തേക്ക് ഒരു ബോഡി കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. പറഞ്ഞു പ്രായം ചെന്ന ഒരാളാണ്, പിന്നെ ശ്വാസമുട്ട് പറ്റി മരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പം കാണുന്ന കാഴ്ച കട്ടിലേൽ ബോഡി തുണിയിൽ പൊതിഞ്ഞ് പായിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു കണ്ടീഷനാണ് ഞങ്ങൾ കണ്ടത്. ആലപ്പുഴ സ്വദേശി ഭർത്താവ് സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അയാൾ. അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത്. അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് മുന്നത്തെ 2 ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തേതും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. മരണപ്പെട്ട ലേഡി അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരിതിന് സപ്പോർട്ടിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഹസ്ബൻഡിൻ്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. യുവതിയുടെ ആദ്യ പ്രസവം ഒഴികെ 3 പ്രസവങ്ങളും വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നത്. ഫാത്തിമ എന്ന സ്ത്രീയുടെ സഹായത്തോടെയാണ് ഇപ്പോഴത്തെ പ്രസവം നടന്നത്. സംഭവത്തിൽ പങ്കുള്ള കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. 24 മലപ്പുറം. പൗരാണികതയെ പൂർണ്ണമായി തള്ളി ആധുനിക ചികിത്സയെ വെല്ലുവിളിച്ച് കൊന്നതാണ് പാവത്തിന്.